കലാചാര്യ ഫാബെ 2024 ഭാഗമായി പറവൂരിൽ നടക്കുന്ന ആർട്ട് എക്സിബിഷനിൽ കലാചാര്യ സിജിയുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. 17-ാം വയസ്സിൽ കലാചാരിയിൽ ശാസ്ത്രീയമായ കലാപഠനം തുടങ്ങിയ സിജി ഇപ്പോൾ കലാചാര്യയുടെ പ്രിൻസിപ്പാളാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നതോടൊപ്പം കലകളിൽ പുതുമകളും ഗവേഷണ മനോഭാവവും നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട്. അത് ഡിജിറ്റൽ മ്യൂറൽ വരെ എത്തി നിൽക്കുന്നു. എൻ്റെ പേര് സിജി. ഞാൻ കലാചാര്യയിൽ വർക്ക് ചെയ്യുന്നു. 22 വർഷമായി കലാചാര്യയിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ കലാചാര്യയുടെ പ്രിൻസിപ്പളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചിത്രം എൻ്റെയാണ്, ഞാൻ വരച്ചത. ഇത് കൊറോണയെ ബേസ് ചെയ്തിട്ടുള്ള അതിജീവനം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ചെയ്തൊരു ക്രിയേറ്റീവ് വർക്കാണ്. നാച്ചുറലായിട്ട് ചെയ്യുന്ന മ്യൂറൽ യഥാർത്ഥത്തിലുള്ള കളറുകൾ തന്നെ യൂസ് ചെയ്ത് വിഷയം പുതുക്കി ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ചെയ്തൊരു വർക്കാണ് ഈ അതിജീവനം. ഇത് പിങ്ക് വിച്ച് എന്ന് പറയുന്ന ഒരു നെയിമാണ് ഈ ഒരു ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഡിസൈനുകളാണ് ഈ ഒരു ചിത്രത്തിൽ കൂടുതലായും വന്നിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അത് ഡിസൈനും കൂടി ചേർന്നിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഇത്. ഇത് തെയ്യച്ചൂട് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. എനിക്ക് തെയ്യങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആ തെയ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവം, ശാന്തഭാവവും തീവ്രമായ ഭാവവും ഒരുമിച്ച് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ. ഈ ചിത്രം ദ ടയേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. നമ്മളെപ്പോഴും വാഹനങ്ങളുടെ പുറംഭാഗം മാത്രമാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടയറും ആ ഒരു അതിൻ്റെ പാർട്സുകളും ഒരുപാട് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവിഷ്കാരം ഇതിനു മുന്നേ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ഒരു വലിയ ചിത്രം ചെയ്യണമെന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം ചെയ്തത്. ഇത് ആവണി ഓട്ടോ എന്നാണ് ഇതിൻ്റെ പേര്. ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് KMK ജംഗ്ഷനിൽ വരുന്ന ഒരു അവസരം ഉണ്ടായി. ആ സമയത്ത് അവിടെ കിടക്കുന്ന ഓട്ടോയും അതിൽ വീണ് കിടക്കുന്ന നിഴലുകൾ ഒരുപാട് ആകർഷിച്ചിരുന്നു. ഓട്ടോ കിടക്കുന്ന ആ ഒരു രീതിയും അതിൻ്റെ വെയിലടിക്കുന്ന ഭംഗിയും കണ്ടിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചത്. ഇത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് സമർപ്പിക്കുന്നു.